രാത്രി എപ്പോഴാണ് അനിയത്തി പറയുന്നത് നമ്മുടെ ചെറിയൊരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ട് നമ്മൾ ഇതുവരെ കാണാൻ പോയില്ലല്ലോ എന്ന്. ആദ്യം ഇതപ്പോൾ പുതിയ റെസ്റ്റോറൻറ്റ് ചോദിച്ചപ്പോഴാണ് അതിന് കടിയില എന്ന റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. സംഭവം വളാഞ്ചേരി എടുക്കുന്ന നമ്മുടെ കസിൻ്റെ ഉമ്മയാണ് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പോലും അയൽവാസികളായ നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിനും കെട്ടിപ്പറിക്കാൻ അങ്ങ് പോയി. രാത്രിയായതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ മറ്റു റെസ്റ്റോറൻറ്റ് പോലെ നല്ല കേട്ടോ, ഇവിടെ ഒരു പ്രത്യേകതരം വൈബ് തന്നെയായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ആംബിയൻസ്, പാടും വെള്ളവും ഓലപ്പേരിയും. അവിടുത്തെ ഷവർമ്മയുടെ മഹിമ പറഞ്ഞിട്ടാണ് അവൾ ഞങ്ങൾ കണ്ടത് കേട്ടോ. ആദ്യം വിചാരിച്ചു അവൾ തള്ളി മറിച്ചതായിരിക്കുന്നു, ഒരു നൈറ്റ് ഡിന്നർ കഴിക്കാനുള്ള ഒരു അടവായിരിക്കുന്നു. പക്ഷേ സാധനം വന്നപ്പോഴാണല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച ഷവർമ്മയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഷവർമ്മ. സാധാരണ കുബൂസിൽ നിന്നൊക്കെ മാറി ഒന്ന് വേറിട്ട് നിൽക്കണ എന്ത് സാധനം കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉമ്മ പിന്നെ പണ്ടേ ചിക്കൻ വിരോധിയായി കാരണം ഉമ്മക്ക് കൂന്തൽ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അതിൽ നിന്നും ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ്. ഷവർമ്മ തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഓരോരുത്തർക്ക് ചൂടെടുക്കാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഫാൻ്റെ മുന്നിൽ നിന്ന് കോപ്പായം കാണിക്കുകയാണ്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിപ്പോവില്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദഹിക്കണ വരെ ഇരിക്കാനായിട്ടൊരു പ്രത്യേകതരം പ്ലേസ് ഉണ്ട് കേട്ടോ. പാടത്തിനോട് ചേർന്ന് നല്ല മരത്തിൽ തീർത്ത ബെഞ്ചും ഡെസ്കും അതുപോലെ തന്നെ ലൈറ്റ്സും മരങ്ങളും, ഒരു പ്രത്യേക രസമുള്ള സ്ഥലം കേട്ടോ. നമുക്ക് കുറേ സൊറകളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു സ്ഥലം. പക്ഷേ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു ഫാമിലി വന്നിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരാരും മുഖത്തോട് നോക്കുമ്പോൾ സംസാരിക്കുന്നില്ല. എല്ലാവരും ഫോണിൽ തന്നെ. എന്തല്ലേ കാലം പോയൊരു പോക്ക്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വയ്യ. ഞങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ അത്യാവശ്യം വളവളാന്ന് സംസാരിക്കുന്നത് കാരണം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കുറേ സംസാരിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. കുറച്ച് കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് എടുത്ത് അങ്ങനെ കുറച്ച് ഇറങ്ങിയിരുന്ന്. ഇന്നലെ ഇവിടെ വരാത്തവരൊന്ന് വന്ന് നോക്കണേ. നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കിട്ടാത്തൊരു പ്രത്യേക തരം വൈബ് ഇവിടെ നിന്ന് കിട്ടിട്ടോ. അപ്പോൾ ബായ്, മറ്റൊരു വീഡിയോയിൽ കാണാം.